എടക്കരയിൽ നിന്ന് ധർമ്മരാജ് ചോദിക്കുന്നു, അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. വ്യത്യസ്ത ദൈവങ്ങൾ ആരാധിക്കുന്ന മതങ്ങൾക്കിടയിൽ ഖുർആനിൻ്റെ ഈ പ്രസ്താവനയേക്കാൾ വർഗീയമായ വർത്തമാനം വേറെ എന്താണ്? ഞങ്ങളുടേത് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് വാദിക്കുന്നവരെക്കാൾ വലിയ വർഗീയവാദികൾ ആരാണുള്ളത്? ദിവസേന 5 നേരം ബാങ്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള മതക്കാരുടെ കൂടി ചെവിട് പൊട്ടുന്ന രൂപത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നത് അള്ളാഹു മാത്രമാണ് ദൈവം എന്നല്ലേ? ഇന്ത്യയെപ്പോലെയുള്ളൊരു മതേതര രാജ്യത്ത് അനുവദിക്കാൻ പാടുണ്ടോ ഇത്തരം കാര്യങ്ങൾ? അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വർഗീയത എന്നാണ് ധർമ്മരാജിൻ്റെ നിരീക്ഷണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് എന്ന് യഥാരൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ധർമ്മരാജിനെ പോലെയുള്ള സഹോദരങ്ങൾ ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് സ്രഷ്ടാവും സംരക്ഷകനുമായ പടച്ചവൻ, അവൻ മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ എന്നാണ്. അതല്ലാതെ മുസ്ലിങ്ങളുടെ ദൈവത്തെ ബാക്കിയുള്ളവരെല്ലാം ആരാധിക്കണമെന്നോ അതുമാത്രമാണ് നല്ല ദൈവമെന്നോ അതുമാത്രമാണ് ഉത്തമനായ ദൈവമെന്നൊന്നുമല്ല. മറിച്ച് നിങ്ങൾ ഏത് വിഭാഗമാണെങ്കിലും നിങ്ങൾ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണം. ആ ആരാധനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയിലെത്താൻ കഴിയൂ എന്നാണ് അടിസ്ഥാനപരമായ ഖുർആൻ്റെ സന്ദേശം. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളിൽ ഈ സന്ദേശം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. പരിശുദ്ധ ഖുർആൻ പറയാം, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളെയല്ല, വ്യത്യസ്ത ആളുകളെയല്ല, വ്യത്യസ്ത മതസമൂഹങ്ങളെയുമല്ല, മറിച്ച് മനുഷ്യരെ യാ അയ്യുഹന്നാസ്. എന്നിട്ട് ഉപദേശിക്കുന്നത് എന്താ? തീർച്ചയായും നിങ്ങൾ ആരാധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ദൈവത്തെ എന്നല്ല, നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത് അവനെയാണ്. എങ്കിലേ നിങ്ങൾ ജീവിത വിശുദ്ധി പ്രാപിക്കുകയുള്ളൂ. അവൻ ആരാണ്? ഖുർആൻ വീണ്ടും വിശദീകരിക്കുകയാണ്. അവൻ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി മെത്തയാക്കി തന്നവനാണ്. ആകാശലോകത്ത് ഉപരിലോകത്ത് നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണ്. ആ ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നവനാണ്. ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ ഫലമൂലാദികൾ ഉൽപ്പാദിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ സമന്മാരെ ഉണ്ടാക്കരുത്. ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്, മനുഷ്യർ ആരാധിക്കേണ്ടത് അവരുടെ സ്രഷ്ടാവിനെ മാത്രമാണ്. ഇതെന്താണ് വർഗീയത? ഇതിൽ വല്ല പ്രശ്നമുണ്ടോ? യഥാർത്ഥത്തിൽ സൃഷ്ടികളെ ആരാധിക്കുമ്പോഴല്ലേ പരസ്പരം വർഗീയതയുണ്ടാകുന്നത്. എൻ്റെ ദൈവമാണ് വലുത്, എൻ്റെ ദൈവമാണ് വലുത്. ഇത് പലപ്പോഴും നമുക്ക് ഉപനിഷത്തുകളിൽ പോലും കാണാൻ കഴിയുന്നതാണ്. ശിവനുമായി ബന്ധപ്പെട്ട ഉപനിഷത്തുകളിൽ ശൈവാരാധന പ്രചരിപ്പിക്കാൻ വേണ്ടി വിഷ്ണുവിനെ താഴ്ത്തിക്കെട്ടുന്നതും, വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഉപനിഷത്തുകളിൽ വൈഷ്ണവാരാധന പ്രചരിപ്പിക്കാൻ വേണ്ടി ശിവനെ താഴ്ത്തിക്കെട്ടുന്നതുമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ആരെയെങ്കിലും കുറ്റം പറയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സൃഷ്ടിപൂജക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണത്. ആൾ ദൈവങ്ങൾ എടുക്കുക, ആൾ ദൈവങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ്. ഞങ്ങളാണ് കൂടുതൽ അത്ഭുതം ചെയ്യുന്നവർ, ഞങ്ങളാണ് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവർ, ഞങ്ങളുടെ ദൈവത്തിനാണ് കൂടുതൽ കഴിവുള്ളത് എന്ന രൂപത്തിൽ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ദൈവത്തിന് കൂടുതൽ കഴിവുണ്ടെന്നല്ല. സ്രഷ്ടാവ്, അത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം സ്രഷ്ടാവ്, അവനെ മാത്രം ആരാധിക്കണമെന്നാണ്. ഒരാൾ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്നത്, മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യുന്നത് മുഹമ്മദ് നബിയാണല്ലോ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ആരാധിക്കാൻ ആരംഭിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾ പിന്നെ മുസ്ലിം അല്ല. ആരാധന സ്രഷ്ടാവിന് മാത്രം, ആദരവ് അവരുടെ അവസ്ഥയനുസരിച്ച് ആർക്കുമാകാം. എന്നാൽ ഇവിടെ ഇസ്ലാമിൻ്റെ ഈ സന്ദേശം ഭീകരതയാണെന്ന്, വർഗീയതയാണെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. എത്ര സങ്കടകരമാണത്! ഇതിൽ വർഗീയതയുടെ ലാഞ്ചന പോലുമില്ല. പരിശുദ്ധ ഖുർആൻ നിങ്ങളെടുത്ത് പരിശോധിക്കുക, വർഗീയത അവിടെ ഇല്ലല്ലോ. വർഗീയത ഇല്ല.
ഖുർആൻ പൂർണ്ണമായും വർഗീയതയ്ക്കെതിരാണ്. പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം മാനവികതയിൽ അധിഷ്ഠിതമാണ്. ഖുർആൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ഖുർആൻ മനുഷ്യരോടാണ് കാര്യങ്ങൾ പറയുന്നത്. ഖുർആൻ മനുഷ്യരോട് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു, അത് സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. മാനവികതയുടെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ്റെ അടിത്തറ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നതാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളുമെല്ലാമാക്കി സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ജന്മത്തിൻ്റെ പേരിൽ ഒരാൾക്കും ഔന്നത്യം അവകാശപ്പെടാൻ ഇസ്ലാമിക ദർശനപ്രകാരം പറ്റില്ല. അത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി പറഞ്ഞാലും ശരി. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിൽ വളരെ വലിയ വ്രണങ്ങളായി മാറുന്നത്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. പിന്നെ ബാങ്കുവിളികളിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നാണ് പറയുന്നത്. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതല്ലേ. പിൽക്കാലഘട്ടത്തിൽ നമ്മൾ പല മതസമൂഹങ്ങളും വിസ്മരിച്ചു പോയതല്ലേ. അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുബാസതേ തതോ ഭൂയ ഇവതേ തമോ യ സംഭൂദ്യാം രഥ എന്ന് നമ്മൾ ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? ആരാധ്യൻ, ഉപാസനക്കർഹൻ അവൻ പരമാത്മാവ്, പരമേശ്വരൻ മാത്രമാണെന്നല്ലേ. ഇത് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ടു. അത് വേറെ വിഷയം. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കണം എന്നല്ലേ. അങ്ങനെ ക്രിസ്തു പറഞ്ഞതായിട്ടല്ലേ മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക. അതെ, ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള മഹാസന്ദേശമാണ്. ഈ സന്ദേശം പരിശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാവരും സ്വീകരിക്കണമെന്ന് പറയുന്നു. ആ സന്ദേശം സ്വീകരിക്കണമെന്ന് പറയുന്നത് വേദക്കാരോട് പ്രത്യേകം പറയുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ്. ഖുർആൻ പറയാൻ വേണ്ടി പറയാം മുഹമ്മദ് നബിയോട്, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅൻ വലാ യത്തഖിദു ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്. വേദക്കാരെ, വേദത്തിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ആളുകളെ, നമുക്ക് രണ്ടു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു സന്ദേശത്തിലേക്ക് നിങ്ങൾ വരണം. അതാണ് സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന സന്ദേശമാണ്. അവന് മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ്. നമ്മളിൽ ചിലർ മറ്റു ചിലരെ രക്ഷിതാക്കളാക്കി വെക്കരുത്, സ്രഷ്ടാവ് മാത്രമാണ് നമ്മുടെ രക്ഷിതാവ് എന്നുള്ള സന്ദേശമാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വേദക്കാരെയോ നിങ്ങൾ വരണം, നമുക്ക് രണ്ടു കൂട്ടർക്കും അംഗീകരിക്കാവുന്നതാണത്, വേദങ്ങളിലുള്ളതാണത്. പക്ഷേ നമ്മൾ വിസ്മരിച്ചതാണ്. ആ വിസ്മരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ പടച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ കൃത്യമായി അറിയുന്ന, നമ്മുടെ ഹൃദയം അറിയാവുന്ന, നമ്മുടെ മനസ്സറിയാവുന്ന പടച്ചവൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശത്തിലേക്ക്. ഈ സന്ദേശമാണ് ബാങ്കുലികളിൽ ഉണങ്ങിക്കേൾക്കുന്നത്. അതൊരിക്കലും വർഗീയതയുടെ, ഭീകരതയുടെ പ്രഖ്യാപനമല്ല. 14 നൂറ്റാണ്ടായല്ലോ ഇസ്ലാം കേരളത്തിലെത്തിയിട്ട്. കേരളത്തിലെ ബാങ്കുലികൾ ആർക്കും അലോസരമുണ്ടാക്കാത്ത രൂപത്തിൽ മുഴക്കപ്പെടാൻ ആരംഭിച്ചിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു. എന്നിട്ട് ആ ബാങ്കുലികളിൽ നിന്ന് ഇവിടെ ഒരു വർഗീയതയും ഉണ്ടായിട്ടില്ല, ഒരു വിഭാഗീയതയും ഉണ്ടായിട്ടില്ല. എല്ലാവരും ആദരവോടുകൂടിയാണ് ആ ബാങ്കുലികളെ കാണുക. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ പോലും ബാങ്കുലികൾ മുടക്കപ്പെടുമ്പോൾ ആ ഫംഗ്ഷനുകളിലെ ഒച്ചപ്പാടുകൾ നിർത്തിവെക്കും. ഇത് പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു സൂചകമാണ്. അങ്ങനെയാണ് എല്ലാവരും നമ്മൾ, അങ്ങനെയാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ സംസ്കാരം അതാണ്. ആ സംസ്കാരമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും പരസ്പരം വിദ്വേഷം പ്രചരിപ്പിച്ച്, വിദ്വേഷം അടിച്ചേൽപ്പിച്ച്, വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കാണുന്ന അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുക. ബാങ്കുലികൾ മുടങ്ങട്ടെ, ഇവിടെ ക്ഷേത്രങ്ങളിലെ ആരാധനകൾ നടക്കട്ടെ, അതേപോലെ തന്നെ ചർച്ചുകളിലെ ആരാധനകളും നടക്കട്ടെ. ഈ ആരാധനകളെല്ലാം നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം, അതോടൊപ്പം തന്നെ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളുമെല്ലാം നടക്കട്ടെ. പരസ്പരം അറിയട്ടെ, മനസ്സിലാക്കട്ടെ. അങ്ങനെ സംവേദനാത്മകമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകട്ടെ. അല്ലാതെ പരസ്പരം വെറുപ്പുത്തിട്ട്, പരസ്പരം അകന്നിട്ട്, പരസ്പരം വർഗീയത വെച്ച് പുലർത്തിയിട്ട് ആർക്കും ഒന്നും നേടാനില്ല. സമൂഹത്തിന് അത് നാശം മാത്രമേ ഉണ്ടാക്കൂ. നമ്മുടെ മഹത്തായ പൈതൃകത്തിനെതിരാണത് എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ ഞാൻ.